ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ പറയാം. ഇന്ന് ഒരു സൺഡേ വൈബ് കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പോകാം വീഡിയോയിലേക്ക്. ദേശീയപാത 66 പണികൾ കേരളത്തിൽ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസത്തോടെ പൂർണ്ണമായും സഞ്ചാരത്തിനായി തുറന്നു കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കാണുന്നതാണ് തുറവൂർ മഹാക്ഷേത്രം. ഇവിടെ മുതലാണ് രാജ്യത്തെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം തുടങ്ങുന്നത്. തുറവൂർ മുതൽ അരൂർ വരെയുള്ള 13 കിലോമീറ്ററുകളിലായാണ് ഇതിൻ്റെ നിർമ്മാണ ജോലികൾ തുടരുന്നത്. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇതിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. പഴയ റോഡുകൾ സഞ്ചാരയോഗ്യമായ രീതിയിൽ പുനർനിർമ്മിക്കാതെയും വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള ഈ നിർമ്മാണ ജോലികൾ ആർക്കു വേണ്ടിയാണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. തുറവൂർ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പുതിയ ബ്ലോക്ക് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. പാലത്തിൻ്റെ പെയിൻറ്റിംഗ് ജോലികളും ചിലയിടങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്. രാജ്യത്തെ അതിമനോഹരമായ ആകാശപാതകളിൽ ഒന്നാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പണികൾ പൂർത്തിയാകുന്നതോടുകൂടി വലിയൊരു ഗതാഗതക്കുരുക്കിന് മോചനമാവും. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. ഞായറാഴ്ച ദിവസത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പോയത് ഒരു ഹോട്ടലിലേക്കായിരുന്നു. അവിടെ അതിമനോഹരമായ ഗാനങ്ങൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഫുഡില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അപ്പവും കടലക്കറിയും തട്ടി. കൂടെയുള്ള ശ്യാം അപ്പത്തെ പല ഭാഗങ്ങളായി കീറി മുറിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പോയത് നമ്മുടെ സ്വന്തം സ്ഥലത്തേക്കായിരുന്നു. ഏതാണെന്ന് അതെ, സ്ഥിരം വരാറുള്ള ഈലിയം തിയേറ്ററിലേക്ക്. 3 സ്ക്രീനുകളിലായിട്ടാണ് ഇവിടെ പ്രദർശനമുള്ളത്. നല്ല സീറ്റിങ്ങും 4K ഡോൾബി സിസ്റ്റവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തൊട്ടടുത്ത് തന്നെ KFC പ്രവർത്തിക്കുന്നുണ്ട്. മികച്ച പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാണാൻ പോകുന്ന സിനിമ ഏതാണെന്നല്ലേ പറയാം. അതിനു മുമ്പ് ടിക്കറ്റ് എടുക്കട്ടെ. ഇന്നത്തെ എൻ്റെ മുഴുവൻ ചിലവും സ്പോൺസർ ചെയ്തിരിക്കുന്ന ശ്യാമിനെ നന്ദി. തിയേറ്ററിൻ്റെ ഉൾവശവും അതിവിശാലമാണ്. വന്നപാടെ ഒരു ചായയോ കാപ്പിയോ കുടിക്കുന്നത് ശീലമാണ്. അങ്ങനെ 2 കോഫിയുമായി ഞങ്ങൾ അകത്തേക്ക്. സിനിമ ഏതാണെന്നല്ലേ പറയാം. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുകളെല്ലാം എഴുതി കാണിച്ചു. ഇതാണ് ഞങ്ങൾ കാണാനെത്തിയ സിനിമ. പിന്നീട് പോയത് ചെമ്പകശ്ശേരി വ്യൂ പോയിന്റിലേക്കാണ്. ചെമ്പകശ്ശേരി കരിയെന്നും ചെമ്പകശ്ശേരി പാടമെന്നും ഒക്കെ വിളിപ്പേരുള്ള സ്ഥലത്തേക്ക്. ഇവിടെ അതിവിശാലമായ പാടമാണ്. പണ്ട് കാലത്ത് നെൽപ്പാടവും മീൻ കൃഷിയുമൊക്കെ നടത്തിയിരുന്ന സ്ഥലം. മനോഹരമായ സൂര്യാസ്തമയവും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വർഷകാലത്ത് ഇവിടെ വെള്ളം നിറയുന്നതും അതിമനോഹര കാഴ്ചയാണ്. ദേശീയപാത 66 ചേർത്തലയ്ക്കും തുറവൂരിനുമിടയിലുള്ള പത്മാശിക്കവലയിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്കും ഈ വ്യൂ പോയിന്റിലെത്താം. ഇവിടുന്ന് വീണ്ടും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അന്ധകാരനടി ബീച്ചിൽ എത്തിച്ചേരാം. ബീച്ചിലെ കാഴ്ചകളും കൂടി കണ്ടുമടങ്ങാം. റോഡിനരികിലായി തന്നെ കൊച്ചു കൊച്ചു കടകളുമുണ്ട്. അവിടെ നിന്ന് ചായയും കുടിച്ച് കാഴ്ചകൾ ആസ്വദിക്കാം. ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്കയും മാങ്ങയും മറ്റൊരു ലഹരിയാണ്. ഇവിടുത്തെ കടകളിൽ ലഭ്യമാണ്. ഞങ്ങൾ അതും വാങ്ങിക്കഴിക്കുമ്പോൾ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് കാറ്റ് വീശി അപ്രതീക്ഷിതമായ ഒരു മഴ. ഇടിയും മിന്നലും കൂടി പേമാരി. കയറി നിൽക്കാൻ ഭാഗത്തിന് ഇവിടെ കടകളൊന്നുമില്ല. ആ മഴ മുഴുവൻ ഞങ്ങൾ നനഞ്ഞു. ചുറ്റും വിശാലമായ പാടം. കാറ്റുകൾക്ക് ശക്തിയേറി. ഇടിമിന്നലുകൾ പ്രകമ്പനം കൊള്ളിച്ചു. അങ്ങനെ കുറേ നേരം മഴ നനഞ്ഞു. പെട്ടെന്നൊരു ഭീമൻ കാറ്റ് വീശി. മഴ കുറയട്ടെ എന്ന് കരുതി ഞങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു. ആ നേരത്താണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു മരം വീണത്. ജസ്റ്റ് മിസ്, ലക്കി എസ്കേപ്പ്. മഴ കുറഞ്ഞിട്ട് പോകാം എന്ന ഞങ്ങളുടെ തീരുമാനമാണ് ആ വലിയ അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചത്. ഭാഗ്യം തുണച്ചവരുടെ കൂട്ടത്തിൽ ഇവനും ഉണ്ടായിരുന്നു. ലൈഫ് തിരിച്ചിട്ട് സന്തോഷത്തിൽ അവൻ സ്നിക്കേഴ്സും കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും വീഡിയോയുമായി കണ്ടുമുട്ടാം.